വർക്കിനോ മറ്റൊക്കെ പോയിട്ടുണ്ടാവും. ഇതിന്റെ പിറകിൽ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ടീമിൽ അങ്ങനെ ഉണ്ടാവില്ല, എനിക്കറിയാം. കാരണം വീഡിയോ ഓണാക്കി വെച്ചിട്ടില്ലെങ്കിലും പറയുന്നത് അവര് കൃത്യമായിട്ട് കേൾക്കും എന്നുള്ളത് 100% വിശ്വാസമുണ്ട്. എന്നിരുന്നാലും നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ആളെ നേരിട്ടല്ലെങ്കിലും ഈ വീഡിയോ ത്രൂ കാണാൻ സാധിക്കുമല്ലോ. അതെന്നെ സന്തോഷമാണ്. രാവിലെ തന്നെ നിങ്ങൾ കാണുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കിയാൽ നന്ദി എന്ന് പറയുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോ ജയേഷ് സാർ വളരെ മനോഹരമായിട്ട് തന്നെ പരിചയപ്പെടുത്തി. പേര് പ്രജീഷ് കാവിൽ നിന്നാണ്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ട് ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞു. ഇന്ന് ഒരുപാട് നേട്ടങ്ങൾ കേട്ടോ ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോ എല്ലാ ആളുകളും ചിന്തിക്കുന്നത് പോലെ തന്നെ ഞാനും ചിന്തിച്ചു. എല്ലാ ആളുകളും പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഞാനും പ്രവർത്തിച്ചു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്ന എല്ലാ ആളുകളും ചിലപ്പോ സക്സസ്ഫുൾ ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രിയിൽ ചെയ്യേണ്ട വർക്ക് എന്താണോ അല്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടി എന്താണോ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും, അല്ലേ? അതിന് ഒരു കഴിവോ കപ്പാസിറ്റിയോ ഒന്നും ഇവിടെ ഒരു മാനദണ്ഡമായിട്ട് കാണുന്നുമില്ല. കാരണം ഇതിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മളൊക്കെ പ്രതീക്ഷിച്ച ചില പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. ഓ, ഇന്ന ആള് വന്നു കഴിഞ്ഞാൽ പൊളിച്ചിട്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്റെ ടീമിൽ വന്നില്ലെങ്കിൽ രക്ഷപ്പെട്ടു, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത്രയും ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും അല്ലാതായി പോകുന്നു നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയ കഴിവൊന്നും ഇല്ലാത്ത ആളുകൾ ഈ മേഖലയിലേക്ക് വന്നിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ കുറെ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് ചില ആളുകൾ ഇതിൽ ഹൈലി സക്സസ്ഫുൾ ആവുന്നു, ചില ആളുകൾ സക്സസ്ഫുൾ ആവാതെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പ്രധാനമായിട്ടും പറയേണ്ടത്, ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകളാണ് വിജയിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത്, ആ ഫോളോ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവിടെ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായിട്ടും ചെയ്യുക. അതായത് അത് ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയും, ഇല്ലേ? നമ്മൾ പറയാറുണ്ട് ഈ കഠിനാധ്വാനം ചെയ്യുന്നവനാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് പറയാറുണ്ട്. എന്നാലും ചില മോട്ടിവേഷനിലൊക്കെ നമ്മൾ പറയാറുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവനല്ല, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്നവനല്ല, സോഫ്റ്റ് വർക്ക് ചെയ്യുന്നവനല്ല വിജയിച്ചിട്ടുള്ളത് എന്നും ചോദിക്കാറുണ്ട്. കാരണം അതൊരു മോട്ടിവേഷൻ ചോദിക്കുന്നതാണ് കേട്ടോ. കാരണം ഹാർഡ് വർക്ക് ചെയ്യുന്നവൻ തന്നെയാണ് വിജയിക്കുന്നത്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെയും അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിന്റെ വല്ലാത്തൊരു കടന്നുകയറ്റം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണം, സോഫ്റ്റ് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു വ്യത്യാസമൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. പല ആളുകളും പറയാറുണ്ട്, സാറേ ഹാർഡ് വർക്കിന്റെ കാലമൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ടായിരുന്നു, അതൊക്കെ 2000 അല്ലെങ്കിൽ 80s ഒരു ചിന്തയായിരുന്നു. ഇന്നത് മാറി, ഇന്ന് പുതിയ കാലഘട്ടമാണെന്ന്, പുതിയ ലോകമാണെന്നൊക്കെ ഉള്ളത്. അപ്പോ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തുടക്കക്കാരനായിട്ടുള്ള ഒരു വ്യക്തി സോഫ്റ്റ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചു വരുവാണെങ്കിൽ അവൻ എന്തെടുത്ത് വെച്ച് ചെയ്യും ഈ സോഫ്റ്റ് വർക്ക് എന്നുള്ളതും കൂടി നമ്മളൊന്ന് ചിന്തിക്കുക. അതായത് എനിക്ക് തോന്നുന്നത് ഏതിലായിരുന്നു, നാടോടിക്കാറ്റിലാണോ ശ്രീനിവാസനോട് മോഹൻലാൽ ചോദിക്കുന്നത്, നമുക്ക് പിന്നെ കള്ളക്കടത്ത് നടത്തിയാലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെടുത്ത് വെച്ച് കടത്തും എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നടത്താൻ എന്തെങ്കിലും ഒരു സോഴ്സ് നമ്മളെ കയ്യിൽ വേണം. അതായത് ഈ സോഫ്റ്റ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിനൊരു സോഴ്സ് വേണ്ടേ? ആദ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ സോഴ്സ് ഉണ്ടാക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ സോഫ്റ്റ് വർക്ക് നടത്തുന്നതായിരിക്കും കുറേയും കൂടി ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ആദ്യം ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്യാം. ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അത് തന്നെയാണ്. മേലാണെങ്കിൽ പണിയെടുക്കാൻ അറിയുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ ഒരു ഒറ്റ കാര്യമുണ്ട്, വിജയിച്ച ഏതൊരു വ്യക്തിയുടെ പിറകിലുള്ള ഒരു കഥ നമ്മൾ പഠിക്കുകയാണെങ്കിലും അതിന്റെ പിറകിൽ അവരുടെ വലിയ ഹാർഡ് വർക്കിന്റെ, കഠിനാധ്വാനത്തിന്റെ കഥ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒരു സോഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് വരെ, വലിയൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുന്നത് വരെ എങ്കിലും നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുകയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഏതൊരു പ്രവൃത്തി ചെയ്യുവാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഏതൊരു പ്രവൃത്തി ചെയ്യുവാണെങ്കിലും കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാം. അതായത് കോൺഫിഡന്റ് ആയിട്ട് ചെയ്യുന്ന, ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മളെ വിജയത്തിലേക്ക് അടുക്കാനുള്ള അകലം കുറഞ്ഞു വരുന്നത്. അപ്പൊ പല ആളുകളും അപാര കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവും, അപാര നോളജ് ഉള്ള ആളുകൾ ഉണ്ടാവേ.
പക്ഷേ അവർക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ അവരുടെ നോളജോ അവരുടെ കപ്പാസിറ്റിയോ ഒന്നും വിജയത്തിന് ഒരു ആധാരമായിരിക്കില്ല എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോ വളരെ കോൺഫിഡന്റ് ആയിട്ട്, വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുക്കുവാണെങ്കിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും, ഇല്ലേ? പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. പക്ഷെ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതിൽ ഒരു എത്തിക്കൽ കണ്ടന്റ്, അതായത് എന്താ പറയാ, ധാർമ്മികത അല്ലെങ്കിൽ ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാം. ഇത് ബിസിനസ് ആണല്ലോ, എന്തെങ്കിലും ചെയ്ത് കളയാം, അതായത് എന്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാം എന്നുള്ള ധാരണ ഒരിക്കലും പാടില്ല. കാരണം ഇത് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ബിസിനസ് ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരി എന്ന് തോന്നുന്നത്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നത്, മറ്റൊരാളെ വേദനിപ്പിക്കുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ബിസിനസ്സിൽ ചെയ്യാവൂ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയാ, ടീമിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുവാണ്, നിങ്ങൾ അത് ചെയ്താൽ ഇത് തരും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ അത് തരും, എന്നിട്ട് അത് ചെയ്തിട്ട് ഇത് കിട്ടിയിട്ടില്ലെങ്കിലോ? അതായത് നമുക്ക് നിറവേറ്റാൻ പാലിക്കാത്ത വാഗ്ദാനങ്ങളോ, ഒരു വാഗ്ദാനങ്ങളെ കേസ് മാത്രമല്ല പറയുന്നത്, നമ്മൾ എന്ത് കാര്യം ഈ ബിസിനസ്സിൽ ചെയ്യുന്ന സമയത്തും അതിലൊരു ഒരു ധർമ്മത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ധാർമ്മികതയിലെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളത്, സത്യത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യുക. നമുക്കറിയാം, സത്യമുള്ള ബിസിനസ് ആണല്ലോ ഇത്. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു എളുപ്പ വഴിയിൽ, ചിലർ അങ്ങനെ ഉണ്ടാവല്ലോ, ഒരു ബിസിനസ് ആക്കാൻ അതിലൊരു കുറുക്ക് വഴി ഉണ്ടാവും. എന്ന സത്യത്തിൽ ഇവിടെ ഒരു കുറുക്ക് വഴി ഇല്ല. കുറുക്ക് വഴി തേടാതിരിക്കുന്നതാണ് ബുദ്ധി. കുറുക്ക് വഴി തേടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച റൂട്ടിൽ, വിചാരിച്ച സ്ഥലത്ത് ഇത് എത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഈ ഒരു ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഞാനിതിലേക്ക് വന്നിരിക്കുന്നത് നമ്മളിത് പറയുന്ന സമയത്ത് എക്സ്ട്രാ ഇനി എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടിയാലോ എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. എന്നാലും ചില കാര്യങ്ങളൊക്കെ പറയാതിരിക്കാനും പറ്റില്ലല്ലോ. അതായത് ഒരു ദീർഘവീക്ഷണം, നമുക്ക് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒരു ദീർഘവീക്ഷണം ഉള്ളത് വളരെ നല്ലതാണ്. അത് വേണം എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. നമ്മിപ്പോ എന്തിനെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് എൻ്റെ പോക്ക് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. ഇപ്പൊ എന്ത് എന്നുള്ളത് നോക്കണ്ട. അതായത് ഇപ്പം ഒരുപക്ഷെ ഇപ്പൊ നല്ലതിലാവാം, അല്ലെങ്കിൽ നല്ലതിലല്ലാതാവാം, എന്തും ആയിക്കോട്ടെ. എന്നാലും എനിക്ക് എവിടെ എത്തണം, എനിക്ക് എൻ്റെ ടീമിനെ എങ്ങോട്ട് കൊണ്ടുപോകണം, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, എവിടം വരെ എൻ്റെ യാത്ര തുടരണം എന്നൊക്കെ നമുക്കൊരു ദീർഘവീക്ഷണം ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാനായിട്ട് സാധിക്കൂ, അവിടെ എത്തിപ്പെടാനായിട്ടും സാധിക്കൂ. ഓക്കെ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകേണ്ട ഒരു വ്യക്തി വയനാട്ടിൽ എത്തണം എന്നുള്ളത് ആദ്യം ചിന്തിക്കും. രണ്ടാമത് ഏതൊക്കെ റൂട്ട് വഴിയാണ് വയനാട്ടിൽ എത്തുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ലേ? കാരണം അത് ഇതുവരെ പോകാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ആ റൂട്ടൊന്നും അറിഞ്ഞോളന്നില്ല. എന്നാലും അറിയാനായിട്ട് സാധിക്കും. അതായത് കോഴിക്കോട് നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ കുന്നമംഗലം, കൊടുവള്ളി, അതേപോലെ താമരശ്ശേരി, അടിവാരം, ചുരം, അങ്ങനെ പോയിട്ടാണ് വയനാട്ടിൽ എത്തുക എന്നുള്ള ഓരോ സ്റ്റോപ്പുകൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ എങ്ങോട്ട് സക്സസിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറെ സ്റ്റോപ്പുകൾ, അതിൽ ചില സ്റ്റോപ്പുകളിൽ എത്തുന്ന സമയത്ത് നല്ല അനുഭവങ്ങളും, ചില സ്റ്റോപ്പുകളിൽ എത്തുന്ന സമയത്ത് നല്ലതല്ലാത്ത അനുഭവങ്ങളും ഒക്കെ നമുക്ക് യാത്രയിൽ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ബിസിനസ് യാത്രയിലും ചില നേരത്ത് നല്ല അനുഭവങ്ങളും ചില നേരത്ത് നല്ലതല്ലാത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായേക്കാം, വന്നേക്കാം. അപ്പൊ അത് മനസ്സിലാക്കുക. അതെന്റെ യാത്രയിൽ അത് സമ്മിശ്രമായിട്ടുള്ള കാര്യമാണ്. അതായത് എനിക്ക് നല്ലതിലൂടെ മാത്രം പോവുക, നല്ലത് മാത്രം കേൾക്കുന്ന രീതിയിൽ പോവുക, നല്ലത് മാത്രം കാണുന്ന രീതിയിൽ പോവുക, അത് പോസിബിൾ അല്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് യാത്രയാണല്ലോ, ഇതൊക്കെ നമുക്ക് കാണേണ്ടി വന്നേക്കാം, അനുഭവിക്കേണ്ടി വന്നേക്കാം. ആ രീതിയിൽ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെവിടെയാണോ എത്തണമെന്ന് ആഗ്രഹിച്ചത് അവിടെ എത്താനായിട്ട് സാധിക്കൂ. അതിന് ഈ വിഷൻ വെക്കുന്ന, അല്ലെങ്കിൽ ഈ ദീർഘവീക്ഷണം വെക്കുന്ന ആളുകളുടെ കപ്പാസിറ്റി അത് വലിയ ഘടകമാണ്. ഇത് നമ്മളെ നയിക്കുന്ന എഞ്ചിന്റെ പവർ. ഓക്കെ, എഞ്ചിന് പവർ കുറഞ്ഞു കഴിഞ്ഞാലോ, നയിക്കുന്ന ഈ ബോഗികളുടെ എണ്ണം കൂടുകയും എഞ്ചിന്റെ പവർ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ വലിക്കാനുള്ള ഒരു പവർ ടെൻഡൻസി കുറയും. നമ്മൾ നയിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ടെൻഡൻസി കുറയും. അത് വെച്ച് നോക്കുവാണെങ്കിൽ
ഉള്ള ലീഡർമാരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നുമല്ല. എല്ലാ ലീഡേഴ്സ് ആണെങ്കിലും, പ്രത്യേകിച്ചും അനിൽ സാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങളൊക്കെ നേരിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ അറിയുന്ന ആളുകൾ. ഞങ്ങളൊക്കെ ഒരു നാട്ടുകാരാണല്ലോ. അപ്പൊ പുള്ളിനെ എനിക്ക് പണ്ടേ അറിയാം. പണ്ട് പല മേഖലയിലും പുള്ളിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി ഒക്കെ എനിക്ക് നേരിട്ട് പരിചയമുള്ള. ഒന്നും കൂടുതൽ നിങ്ങളോട് പറഞ്ഞ് ഇതാക്കേണ്ട കേസൊന്നുമില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള ഞാൻ ഇതിൽ കാണുന്ന ആള് എന്നുള്ള രീതിയിലാട്ടോ നമ്മളെ പ്രതീഷ് ചേട്ടനാണെങ്കിലും ജയേഷ് സാർ ആണെങ്കിലും അതേപോലെ തന്നെ ഷൈജു ചേട്ടനാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ. ഓക്കെ, നമ്മളെ ശ്രീത്തേട്ടനാണെങ്കിലും ഒക്കെ തന്നെ, ബാലകൃഷ്ണേട്ടനാണെങ്കിലും ഞാൻ ഇതിൽ കാണുന്നത് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ ഇത് ഓഫാക്കിയിട്ടിരിക്കുന്ന ആൾ എന്താ എന്റെ പറയാത്തതെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് കണ്ടത് മാത്രം, എനിക്ക് നേരിട്ട് പരിചയമുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞ കേട്ടോ ജയരാജേട്ടാ. ഓക്കെ, നമ്മളെ കമ്പനിയുടെ സിൽവർ അല്ലേ, സിൽവർ കോയിന് വരെ വാങ്ങി മിണ്ടാതിരിക്കുക പുള്ളി, നമ്മുടെ കള്ള. അപ്പോ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നയിക്കുന്ന ആളുടെ പവർ അതിനനുസരിച്ചിരിക്കും കൂടെ വരുന്ന ആളുകൾ അങ്ങ് എവിടെ എത്തണോ, അല്ലെങ്കിൽ കൂടെ വരുന്ന ആൾക്ക് ഒരു വിഷൻ ഇല്ലെങ്കിലും നയിക്കുന്ന ആൾക്ക് ഉണ്ടായാൽ മതി കേട്ടോ. കൂടെ വരുന്ന ആൾ പവർഫുൾ അല്ലെങ്കിലും നയിക്കുന്ന ആൾക്ക് പവർഫുൾ ആയാൽ മതി കേട്ടോ. ഈ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരിടത്തേക്ക്, അതായത് നമ്മളെ ലീഡർ പവർഫുൾ ആണെങ്കിൽ നമുക്കും സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇതിന് വേണ്ടിയിട്ടേ നമുക്ക് ഒരു മേഖലയിൽ പ്രവർത്തിച്ച് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെയാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങളല്ല, കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒന്ന്, കമ്പനി എല്ലാ ആഴ്ചയിലും നമുക്ക് GTS എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം തരുന്നുണ്ട്. എല്ലാ ആളുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. ഇത് പലപ്പോഴും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളും അറ്റൻഡ് ചെയ്യാത്ത ആളുകളും ഉണ്ട്. റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ, ഒട്ടും അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ എന്നല്ല പറഞ്ഞത്, വല്ലപ്പോഴും ഒക്കെ അറ്റൻഡ് ചെയ്യും. ഈ ആഴ്ച അറ്റൻഡ് ചെയ്ത വ്യക്തിയോട് അടുത്ത ആഴ്ച അറ്റൻഡ് ചെയ്യാത്തത് എന്തേ എന്ന് ചോദിക്കുന്ന സമയത്ത്, കഴിഞ്ഞ ആഴ്ച കേട്ട സാധനം തന്നെയല്ലേ, അല്ലെങ്കിൽ അത് തന്നെയല്ലേ, ഇത് പ്ലാൻ പ്രസന്റേഷൻ തന്നെയല്ലേ എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഇത് അത് തന്നെയല്ലേ, അല്ലെ കഴിഞ്ഞ ആഴ്ച തന്നെ കേട്ടതല്ലേ എന്ന് പറയുന്ന ആളുകളോട്, ശരി സർ അടുത്ത ആഴ്ച സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾ പ്ലാൻ ഒന്ന് പ്രസന്റ് ചെയ്യൂ എന്ന് പറഞ്ഞു നോക്കൂ. അത് പോസിബിൾ ആണോ എന്നുള്ളത് അല്ല. പിന്നെ എന്തോന്നാണ് ഇവര് കഴിഞ്ഞാലേ അതൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയാലേ അതൊക്കെ എനിക്ക് സ്വായത്തമല്ലേ എന്ന് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരിതൊന്നും പഠിച്ചിട്ടോ മറ്റോ അല്ല, മടിയാണ്. അതായത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മടി ഉണ്ടല്ലോ, റിപ്പീറ്റേഷന്റെ ഒരു മടി, അത് ആവർത്തനം വരുമ്പോൾ ഉണ്ടാവുന്ന ആ സാധനമാണ്. ആ സാധനം ഒഴിവാക്കണം. എല്ലാത്തിനും നമുക്ക് ഔട്ട് ഇല്ലായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അപ്പൊ ഇന്നലെ കഴിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് കഴിക്കണ്ട, ഇനി നാളെ കഴിക്കാൻ നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ല. അതും റിപ്പീറ്റേഷൻ അല്ലേ വരുന്നത്. ഇന്നലെ കുളിച്ചില്ലേ, ഇന്ന് കുളിക്കില്ല എന്ന് പറയുമോ? ഇന്നലെ പല്ല് തേച്ചില്ലേ, ഇന്ന് തേക്കില്ല എന്ന് പറയുമോ? ഇന്നലെ ഡ്രസ്സ് ചെയ്തില്ലേ, ഇന്ന് ചെയ്തില്ല. അപ്പൊ ചിലതിനൊന്നും ആവർത്തനത്തിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ അത് ആസ്വദിക്കാറുണ്ട്. എന്നാൽ ചില കാര്യത്തിനോ അത് ആസ്വദിക്കാറില്ല. എന്തുകൊണ്ടാണ് ചിലത് ആസ്വദിക്കുന്നതും ചിലത് ആസ്വദിക്കാതിരിക്കുന്നതും? ഒന്ന്, ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, ശീലമായിട്ട് മാറിയിട്ടുണ്ട്. മറ്റത് ആക്ഷൻ മാത്രമാണ്. ഓക്കെ, അതായത് നമ്മുടെ GTS സെന്ററുകളിലേക്ക് പോവാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഹാബിറ്റ് ബട്ട് ഓൺലി ആൻ ആക്ഷൻ. ബട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് ആക്ഷൻ അല്ല, അതൊരു ശീലമാണ്. ആ ശീലം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം. അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ GTS സെന്ററുകളിലൊക്കെ പോവാന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക. അത്രയേ ഉള്ളൂ. അത് ശീലമാക്കി മാറ്റി കഴിഞ്ഞാൽ ഏകദേശം ആ സമയമാകുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത വിമ്മിഷ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വിശക്കാൻ തുടങ്ങും. ഏത്, അയ്യോ GTS തുടങ്ങാനായല്ലോ, അവിടെ എത്തണമല്ലോ എന്നുള്ള ആ വിശപ്പ് വരുന്ന, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു പോം വഴിയുള്ളൂ. എന്തിനാണ് ഇത് കമ്പനി ആഴ്ചയിൽ വെക്കുന്നത്? കമ്പനിക്ക് വേണം മാസത്തിൽ വെച്ചാൽ പോരെ. വിനോദൻ സർ, MKY സാറ് ഡ്യൂട്ടിയിലാണോ? ഇപ്പോ നല്ല കുട്ടപ്പനായിട്ട് ഫുൾ സ്ലീവും ഇൻസൈഡൊക്കെ ചെയ്തിട്ടായിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. ഒക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഇത് നമുക്ക് നല്ല പേരൻസ് ഒക്കെ കാണുന്ന സമയത്ത് പറയണല്ലോ, അഭിനന്ദിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണേ. യെസ്, ഞാൻ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കേട്ടോ, കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനാണ് കമ്പനി ഇത് ആഴ്ചയിൽ വെക്കുന്നത്?
ആഴ്ചയിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി പ്രകാരം നമ്മളുടെ മനസ്സിലേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എന്തോ ആയിക്കോട്ടെ, ഒരു സിനിമ ആയിക്കോട്ടെ, ഒരു കഥ ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തെങ്കിലും മോട്ടിവേഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്ലാൻ പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഇത് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും ഇത് മനസ്സിൽ നിന്നും ഇതിന്റെ ഒരു എന്താ പറയാ, ആ മനസ്സിലേക്ക് തറച്ച സാധനം ഉണ്ടല്ലോ, ആ പവർ അത് ഇങ്ങനെ കുറയാൻ തുടങ്ങും. കുറഞ്ഞു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം മൈൻഡിൽ ഈ സാധനം പോയി തുടങ്ങുന്ന ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ഒരു സമയം വരും. അത് താഴെ പോകുന്നതിനെ വീണ്ടും ഉയർത്തി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി ഇത് ആഴ്ചയിലാക്കിയത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് കമ്പനിക്ക് മാസത്തിലാക്കിയാൽ മതിയായിരുന്നു, അല്ലെ 2 ആഴ്ച കൂടുമ്പോൾ ആക്കിയാൽ മതിയായിരുന്നു. കാരണം കമ്പനിയുടെ ഉള്ളിൽ തലപ്പത്തിരുന്ന് പ്രവർത്തിക്കുന്നതൊന്നും ചില്ലറക്കാരല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ കണ്ടും അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആഴ്ചയിൽ തരുന്നത്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, എല്ലാ ആഴ്ചയും പോകേണ്ട ആവശ്യമില്ല, മാസത്തിൽ 2 ദിവസം വേണേ പോവാം, അല്ലെ മാസത്തിൽ ഒന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. ആർക്ക് വേണ്ടിയിട്ടാ? കമ്പനിക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യരുത്, നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ഓക്കെ, നമ്മളെ മൈൻഡിൽ നിന്ന് ഈ സാധനം ഔട്ട് ആവുന്നേ. റെഗുലർ ആയിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ കോൺഫിഡൻസ് നിങ്ങൾ നോക്കൂ, അവരുടെ പ്രവർത്തനം നോക്കൂ, അവരുടെ വരുമാനം നോക്കൂ, ഹൈ ആയിരിക്കും. പക്ഷെ വല്ലപ്പോഴും പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ലോ ആയിരിക്കും. അപ്പൊ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. അതേപോലെ തന്നെ ഞാനൊരു GTS എന്നുള്ള ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഓരോ പരിപാടികളും, 1 ഡേ ട്രെയിനിങ്ങുകൾ ഉണ്ട്, FSSകൾ ഉണ്ട്, അതേപോലെ തന്നെ 2 ഡേ ട്രെയിനിങ്ങുകൾ ഉണ്ട്. അങ്ങനെ പല ട്രെയിനിങ്ങുകളും മറ്റുമൊക്കെ കഴിയുന്നതും പരമാവധി നിരന്തരമായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, നമ്മളുടെ തലയിലേക്ക്, മൈൻഡിലേക്ക് ഈ സാധനം റെഗുലർ ആയിട്ട് കയറുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് നിന്നോളും. അപ്പൊ അതുവരെ നമ്മൾ എന്താക്കുക, ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, മുടങ്ങരുത്. മുടങ്ങിയാൽ നമുക്ക് പോയി. ആർക്ക് പോയി? അവനവന് പോയി എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇതില് വലിയ പരിപാടികൾക്ക്, അതായത് മെഗാ പ്രോഗ്രാമുകൾക്കൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ വലിയ സ്ഥാനമുണ്ട് കേട്ടോ. മെഗാ പ്രോഗ്രാമുകൾക്കൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ വലിയ സ്ഥാനമുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു വർഷത്തിൽ 1, 2, 3 തവണയൊക്കെ ചിലപ്പോൾ മെഗാ പ്രോഗ്രാമുകൾ കിട്ടിയേക്കാം. അത്തരം പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാലും കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു സാധാരണക്കാരന്റെ കോൺഫിഡൻസിനെ ബിൽഡപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് മെഗാ പ്രോഗ്രാമുകൾ. അതായത് ഒരു മെഗാ പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഇത്രയധികം ആളുകൾ, ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകളെ നേരിട്ട് കാണുന്ന സമയത്ത്, ഇത് പരിപാടി ഒന്നും കേൾക്കുകയോ കാണുകയൊന്നും വേണ്ട, അത്രയും ക്രൗഡ്, ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയും ആളുകളോ, ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ, ഇവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് തോന്നുന്നത്. രണ്ടാമത്തത്, ഒരുപാട് ആളുകൾ അച്ചീവേഴ്സ് ആയിട്ട് ഓരോ റാങ്കിലും കയറി നിന്നിട്ട് സ്റ്റേജിൽ കയറി സംസാരിക്കുന്ന സമയത്ത്, ഓ ഇവർക്കൊക്കെ ഇത്രയും വലിയ റാങ്കുകളൊക്കെ ചെയ്യാൻ പറ്റുമോ, അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇത് മാറി നിൽക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ ഇതുവഴി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ്, അതായത് ഏതാണോ ഒരു ഫ്ലോ, ആ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ലെവലിലേക്ക് പിക്ക് ചെയ്യാൻ, അതായത് ഒരു വലിയ ഒരു ഹൈക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് മെഗാ പ്രോഗ്രാമുകൾ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു മെഗാ പ്രോഗ്രാം വരുന്ന സമയത്ത് നമ്മുടെ എനർജി അതുവരെ ഇട്ടതിനേക്കാളും കൂടുതലായിരിക്കും ചിലപ്പോൾ ഇടുന്നുണ്ടാവുക. അത് ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയിട്ട് അതുവരെ ഇട്ടതിനേക്കാളും കൂടുതലും നമ്മൾ ഇടും. കാരണം ഒരുപക്ഷെ നമ്മുടെ റാങ്ക് ആ സമയമാകുമ്പോഴത്തേക്കൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നമുക്കൊന്ന് പെർഫോമൻസ് അടിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് കാണിച്ച് ആ സ്റ്റേജിൽ കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഓടേണ്ട സ്പീഡ് കൂട്ടുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ആ മെഗാ പ്രോഗ്രാം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടിക്കൂടായിരുന്നോ? ഓടാം. എന്നാലും ഒരാവശ്യമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. നമ്മൾ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവം അത്. ഒരാവശ്യമില്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്താ പറയാ, മെനക്കെടും. ഓക്കെ, എന്താണ് ഇത്തരം ആവശ്യങ്ങൾ? ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ മുതൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മിക്കവാറും ആളുകളുടെ എനർജി ഒക്കെ കുറയും, ക്ഷീണിക്കും ഇല്ലേ? അപ്പൊ ക്ഷീണിച്ച് വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അവശ കലാകാരനായിട്ടാണ് പലപ്പോഴും പല ആളുകളും വീടുകളിലേക്കൊക്കെ വരാറുള്ളത്. കാരണം
ഒരു എനർജി ഇങ്ങനെ കുറഞ്ഞു രാത്രി ആകുമ്പോഴത്തേക്ക് കുറഞ്ഞു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങുക എന്ന് പറയുന്നത് പിറ്റന്നത്തേക്കുള്ള എനർജി കൂട്ടാനുള്ള ഒരു പ്രോസസ്സും കൂടിയാണല്ലോ. അങ്ങനെ വീണ്ടും നമ്മൾ ആക്റ്റീവായി വരുന്നൊരു അവസ്ഥയാണ്. നോക്കൂ, ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് വന്ന ഒരു വ്യക്തി വീണ്ടും എനർജറ്റിക് ആയിട്ട് ഒരു ഫിസിക്കലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ മൈൻഡിൽ അവൻ അത് ചെയ്യാൻ കഴിയില്ല. കാരണം ഐ ആം ടോട്ടലി ടയർഡ്, സോറി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാലോ അവനത് ചെയ്യും. കാരണം അവന്റെ ആക്ടിവിറ്റി കൂടും. എന്തോ ഒരാവശ്യം, ഒരു ഉദാഹരണം, അവന് ക്ഷീണിച്ച് അവൻ എനർജി ഒക്കെ കുറഞ്ഞ് സ്ലോലി നടന്ന് വീട്ടിലേക്ക് പോകുന്നൊരു സമയത്ത് ഒരു നായ അവനെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ രാവിലെ ഉള്ള എനർജിനേക്കാളും കൂടുതൽ എനർജി ക്രിയേറ്റ് ചെയ്യുകയും അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്യും. കാരണം ഒരാവശ്യം വരുമ്പോഴാണ് നമ്മുടെ ആക്ടിവിറ്റി കൂടുക. അപ്പം ഇവിടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മെഗാ പ്രോഗ്രാം വരും ഉണ്ട് എന്നുള്ള ഒരാവശ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി കൂടും. അപ്പൊ അതിലേക്ക് വോളിയം കൂടും, നമ്മുടെ ടീമിനെ ഒന്ന് ഓളം ക്രിയേറ്റ് ചെയ്യും. അതായത് എല്ലായിടത്തിലും ഒരു അലകൾ, ഒരു ഓളം ക്രിയേറ്റ് ചെയ്യാനും ഇതൊക്കെ സഹായിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് മെഗാ പ്രോഗ്രാമുകളൊക്കെ ഉള്ള സമയത്ത് അത് പരമാവധി ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് നമ്മളുടെ ടീമിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കും. നമുക്ക് കിട്ടുന്ന കുറെ ഗുണങ്ങൾ പറഞ്ഞില്ലേ, കോൺഫിഡൻസ് ആണെങ്കിലും മറ്റുമൊക്കെ, അത് നമ്മളുടെ ടീമിലുള്ള ആർക്കെങ്കിലും ഫീൽ ചെയ്താലോ, നമ്മുടെ ടീമിൽ കുറെ ആളുകളെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ കുറച്ച് ആളുകൾക്ക് ഫീൽ ചെയ്യാം, ഓ എന്നാ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാനും ഒന്ന് ഇറങ്ങിക്കളാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അവരങ്ങനെ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ ആരും കൂടി രക്ഷപ്പെടുന്നതെന്നറിയോ? അവർ മാത്രമല്ല, നമ്മളും കൂടി രക്ഷപ്പെടുന്നത്. കാരണം എന്താ, നമ്മളുടെ ടീമിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത്, അവർ വിജയിക്കുന്ന സമയത്ത് വിജയിക്കുന്ന ആളുകൾ തന്നെയല്ലേ നമ്മളും. അപ്പൊ സ്വാഭാവികമായിട്ടും അവരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് മെഗാ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നത് ഈ നെക്സ്റ്റ് മന്തിൽ മെയ് മാസം 10-ാം തീയതി ഉള്ളിയേരി വെച്ചിട്ട് നിങ്ങളുടെ ഒരു സ്വന്തം പ്രോഗ്രാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അനിൽ സാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട് ഇല്ലേ? എനിക്ക് തോന്നുന്നു ഈ ഇൻസ്പയർ ടു ഡൊമിനേറ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്, റൈറ്റ്? അപ്പൊ ആ ഒരു പ്രോഗ്രാം ഏകദേശം ഒരു 1000-1500 ആളുകളെ പങ്കെടുപ്പിക്കേണ്ട, അല്ലെങ്കിൽ 1500 ആളുകളുടെ ഒരു പ്രോഗ്രാമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന വലിയൊരു ചാൻസ് ആണ് അത്. അത് ഇപ്പൊ തന്നെ നിങ്ങളുടെ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. മറ്റുള്ള ടീമിനെ അപേക്ഷിച്ച് നിങ്ങൾ ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടീമാണ് നിങ്ങളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം അവിടെയുള്ള സീറ്റൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ കവിയട്ടെ. ആ ഒരു പ്രോഗ്രാം പാർട്ടിസിപ്പേഷൻ കൊണ്ടും അതിന്റെ മികവ് കൊണ്ടും ഒക്കെ ഏറ്റവും മഹത്തരമാക്കി തീർക്കേണ്ട പ്രധാന ഉത്തരവാദിത്തമുള്ള ആളുകളാണ് നിങ്ങൾ ഓരോ ആളുകളും. അതിന് പരമാവധി ഒത്തുചേർന്ന് നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് ചെയ്യുക, മാക്സിമം അത് ഫലിപ്പിക്കുക, ആ പ്രോഗ്രാം കളർഫുൾ ആക്കുക, എൻജോയ് ചെയ്യുക. അതുകൊണ്ട് ഇനി ആരെങ്കിലും ടിക്കറ്റ് എടുക്കാനോ മറ്റോ ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ ഡയമണ്ട് എക്സിക്യൂട്ടീവും കൂടി ആട്ടോ അവിടെ വരുന്നത്. ബാക്കിയുള്ള ഒരുവിധം ആളുകളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഡെയിലി കണ്ടു പരിചയം ഉണ്ടാവും. എങ്കിൽ പോലും നമ്മളെ ഡയമണ്ട് പ്ലസ് UTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UTC എന്ന് പറയുന്നത് 150 കോടി BV മാച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന്റെ വലുപ്പം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അതൊന്നും വലിയ വലുപ്പമൊന്നുമല്ല, പക്ഷെ അതിന്റെ വലുപ്പം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ BV ഇപ്പൊ എത്ര മാച്ച് ചെയ്തു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് മാച്ച് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 150 കോടി മാച്ച് ചെയ്ത ഒരു വ്യക്തിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും. അവസ്ഥ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ആ ഗെയിനും കൂടി, അതായത് ആ ആൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു നേട്ടം കൂടി ഉണ്ടാവുമല്ലോ. 150 കോടിയൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? UTC മാത്രമല്ല, നമ്മുടെ ഡയമണ്ട് കൂടിയാണ്. അതായത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രധാനപ്പെട്ട റാങ്കാണ് രണ്ടും. ഒന്ന് UTC ഒരു കാറ്റഗറിയിലെ പ്രധാനപ്പെട്ട റാങ്കാണ്, 2 ഡയമണ്ട് മറ്റൊരു കാറ്റഗറിയിൽ വെച്ച് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട റാങ്കാണ്. ഇത് രണ്ടും കൂടി അച്ചീവ് ചെയ്തിട്ടുള്ള അനീഷ് സാറാണ് ആ പ്രോഗ്രാമിന്റെ മാറ്റ് കൂട്ടുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് റയർ പീസാണ്, വല്ലപ്പോഴും ഒക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ പരമാവധി ആളുകളെ നമ്മളെ ടീമിൽ നിന്ന് അവിടെ എത്തിക്കുക എന്നുള്ളതാവണം നമ്മളുടെ ഒക്കെ ലക്ഷ്യം. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് ഇത്രയും കൂടി ആളുകളെ അതിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ നിന്ന് ഇന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പോയ ബസ്സിന് കൈ കാട്ടിയിട്ട് കാര്യമില്ല നമ്മൾ സാധാരണഗതി പറയാറുണ്ട്. അതായത് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കരുത്,
വരാൻ പോകുന്നതിന് മുമ്പേ ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. എത്ര മാത്രം നമ്മൾ അതിൽ നമ്മുടെ പ്രവർത്തന മേഖലയിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തോ പ്രവർത്തിക്കുക, ഞാനിപ്പോൾ ഇതാണെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ മേഖലയിൽ നിങ്ങൾ എത്രമാത്രം കമ്മിറ്റഡ് ആണോ അത്രമാത്രം മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. ചില ആളുകൾ പറയും ഞാൻ വളരെ വളരെ പാർട്ട് ടൈം ആയിട്ട് ആഴ്ചയിൽ ഒന്നൊക്കെ ഒരു ദിവസമൊക്കെ ഞാനിത് ചെയ്യട്ടോ. അതിനർത്ഥം അദ്ദേഹം വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിൽ മാത്രമേ അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഇതിൽ കൊടുക്കുന്നുള്ളൂ. ചില ആളുകൾ ജോലിയോടൊപ്പം തന്നെ അതേ സിൻസിയാരിറ്റിയോട് കൂടിയിട്ട് ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം അത്രയും പ്രാധാന്യം അത്രയും കമ്മിറ്റ്മെന്റ് ആണ് അയാൾ ഇതിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ചില ആളുകൾ ജോലിയൊക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മാറ്റി വെച്ചിട്ട് ഇതിൽ 100% ഇൻവോൾവ് ചെയ്തുകൊണ്ട് 100% കമ്മിറ്റഡോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, എത്രമാത്രം ഒരു വ്യക്തി ഈ ബിസിനസ്സിനകത്ത് കമ്മിറ്റഡ് ആണോ അത്രമാത്രം വിജയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, ഒരു വ്യക്തി 5% മാത്രമാണ് അയാൾ ഇതിൽ കമ്മിറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ ആ വ്യക്തിക്ക് 5% വിജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരു വ്യക്തി 50% കമ്മിറ്റഡ് ആണെങ്കിലോ 50% വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വ്യക്തി 100% കമ്മിറ്റഡ് ആണ് എങ്കിൽ 100% കമ്മിറ്റഡ് ആണ് എങ്കിൽ ആ വ്യക്തി 100% വിജയിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? അതായത് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മള് ഫുള്ളി കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട്, എന്താണ് ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യാന്ന് പറയാൻ പറ്റും, അല്ലെ? ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പ്രതിഫലം ഇച്ഛിക്കാതെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എനിക്ക് തിരിച്ചു ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് കമ്മിറ്റ്മെന്റ്. അവരെയാണ് കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അതായത് ഞാൻ പ്രതീക്ഷേട്ടന് ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാനൊരു കാര്യം ആക്കി ചെയ്തു കൊടുത്താലേ, അപ്പൊ എന്തുകൊണ്ട് എനിക്കും ചെയ്തു തന്നൂടാ? അത് അവിടെ ഞാൻ ആ മേഖലയിൽ ആ വർക്കിൽ കമ്മിറ്റഡ് അല്ല. സത്യത്തില് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പണാണ് ശരിക്ക്, അല്ലേ? നമുക്ക് അവിടെ നമ്മളെ സമർപ്പിക്കുക എന്നുള്ളത്, അതാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ മറ്റെന്ത് കാരണം വന്നു കഴിഞ്ഞാലും, ചിലപ്പോൾ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ മോശം കൂലി എന്നൊക്കെ പറയാറുണ്ട്. നല്ലത് ചെയ്താലും ചിലപ്പോൾ അതിന്റെ റിസൾട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ പോലും നമ്മളുടെ മേഖലയിൽ നിന്ന് ഒരു ഇഞ്ച് അങ്ങോട്ടോ മാറാതെ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് നമ്മൾ കമ്മിറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്മിറ്റഡ് ആവുക. കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുള്ളതൊന്നും കാണാൻ പറ്റില്ല, ഇത് മാത്രമായിരിക്കും. അതായത് നമ്മള് ഇപ്പോ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കല്യാണത്തിന് മുന്നൊക്കെ ഒരു പുതിയൊരു ചടങ്ങൊക്കെ അല്ലേ, അതായത് ഫോട്ടോഷൂട്ട്, അത് ഇത് ഗ്രൂപ്പിലിടുക, സോഷ്യൽ മീഡിയയിൽ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സേവ് ദ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇവര് ഫേസ്ബുക്കിലൊക്കെ ഇടും ഐ ആം കമ്മിറ്റഡ്, ഞാൻ കമ്മിറ്റഡ് ആണ് കേട്ടോ എന്നുള്ളത്. കാരണം ആ പിന്നെ ആണും ഈ പെണ്ണും തമ്മിൽ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് മറ്റൊന്നും കാണൂല, പിന്നെ ഒന്നും കാണരുത്, പിന്നെ അവരിത് മാത്രം, ഇവിടെ എന്താണോ അത് മാത്രം എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ബിസിനസ്സിനകത്ത് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ മറ്റൊന്നും കാണരുത്. അപ്പുറത്തെ ബിസിനസ്, അവർക്ക് ഇപ്പൊ എന്ത് കിട്ടുന്നുണ്ടാവോ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ എന്തായാലും കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ എന്തായിരിക്കും ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ ചെയ്താൽ അത് വേണ്ട. ഇവിടെ നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഇവിടെ മാത്രം ചെയ്യുക. അതായത് ഒരു സ്ഥലത്ത് മാത്രം കുഴിക്കുമ്പോഴേ നമുക്ക് വെള്ളം കാണാറുള്ളൂ എന്ന് പറയുന്ന പോലെ, ഒരു കുഴി ഇവിടെ ഒരു കുഴി അവിടെ, അടുത്തത് അങ്ങനെ മാറി മാറി കുഴിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഒരു സ്ഥലത്ത്, ഒരു കമ്പനിയിൽ, ഒരു വർക്കിൽ, ഒരു ടീമിൽ കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ അറിയുന്ന കാര്യം തന്നെ, എന്നാലും ഞാനൊന്ന് ആവർത്തിക്കും. ഞാൻ വെറുതെ വന്നതല്ലേ, ഒരു മണിക്കൂറുകളോടായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കൂ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ പറയുന്നതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് അറിയാത്തതൊന്നും എനിക്കും അറിയില്ല, അതുകൊണ്ടാ. നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയുകയാണെങ്കിൽ മാത്രമല്ലേ എനിക്ക് പുതിയതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ. അതൊന്നുമില്ല കേട്ടോ, അറിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. ദെൻ ഒരു ടീമുമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട മറ്റൊരു ഗുണം എന്താന്ന് പറയോ?
ഒരു ടീമായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒന്ന് നമുക്ക് നമ്മുടെ ടീമില് അന്ധമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാവുക. അന്ധമായിട്ടുള്ള, അവരെന്നെ പറ്റിക്കില്ല, അല്ലെങ്കിൽ അവരെന്നെ ചതിക്കില്ല, അവരെന്നെ വഞ്ചിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവണം. അത് തിരിച്ചും അങ്ങോട്ടും ലീഡറെ പറ്റിയിട്ടുള്ള ഒരു വിശ്വാസം ടീമിനകത്തും ഉണ്ടാവണം, ടീമിനെ പറ്റിയിട്ടുള്ള ഒരു വിശ്വാസം ലീഡർക്കും ഉണ്ടാവണം. അതായത് നിങ്ങൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാഗ് അല്ലെങ്കിൽ പേഴ്സ് നിങ്ങളുടെ ടീമിലുള്ള ആരെ വേണമെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിശ്വാസം ഇല്ലേ? നമുക്ക് ആ ഒരു വിശ്വാസക്കേടാണ്. നമ്മൾ ആദ്യം എന്താക്കൂ, അതിൽ എന്തൊക്കെ ഉണ്ട്, എത്ര പൈസ ഉണ്ട് എന്നുള്ളത് ഒരു 3 തവണയെങ്കിലും എണ്ണി നോക്കൂ, എന്നിട്ടേ കൊടുക്കൂ. തിരിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 തവണ വീണ്ടും എണ്ണി നോക്കൂ, ഇതിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത്. അതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. കൊടുത്ത അത് എൻ്റെ ടീമാണ്, എനിക്ക് 100% വിശ്വാസം, അതൊന്നും എടുക്കില്ല എന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അവനെ അങ്ങനെ പറ്റിക്കില്ല എന്നുള്ള ആ വിശ്വാസം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേയും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. പല ആളുകൾക്കും കാണാത്തതും അത് തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ എന്നെ പറ്റി കുറ്റം പറയോ എന്നുള്ള ഒരു പേടി പല ആളുകൾക്കും ഉണ്ട്. അങ്ങനെ പേടിക്കണ്ട, അത് വിശ്വാസമില്ലായ്മയാണ്. ഞാൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അവരെന്നെ പറ്റിയിട്ട് കുറ്റം പറയില്ല, അല്ലെങ്കിൽ മോശം പറയില്ല, ഉള്ളതേ പറയൂ എന്നുള്ള വിശ്വാസം അത് ഉണ്ടാക്കി കൊണ്ടുവരിക. നമ്മുടെ പ്രവൃത്തിയിലൂടെയും മറ്റുമൊക്കെ അത് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. ഓക്കെ, ആരെയും നമ്മൾ ഒന്നും നിർബന്ധിക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം, എല്ലാം എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരാളോട് വല്ലാതെ പഠിപ്പിക്കാനോ ആക്കാനോ ഒന്നും പോകണ്ട. ഇന്നൊക്കെ ആളുകളുടെ ബുദ്ധി എന്ന് പറയുന്നത് ചെറുതൊന്നല്ല. അവർ ഭയങ്കര ബുദ്ധിശാലികളാണ് എല്ലാ ആളുകളും. ഇപ്പൊ ഒരു പരിധിയിൽ കൂടുതലൊന്നും ഒരാളെയും പഠിപ്പിക്കാനോ മാറ്റാനൊന്നും നമ്മൾ ശ്രമിക്കരുത്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് മറ്റൊരാളെ മാറ്റാനല്ല, നമ്മളെ മാറ്റുക എന്നുള്ളതാണ്. നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വേണോ അത് നമ്മൾ സ്വയം ആവാഹിച്ചെടുക്കുക, മാറുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായതും ഏറ്റവും എളുപ്പമുള്ള കാര്യവും. പക്ഷേ ആളുകൾ പ്രാക്ടീസ് ചെയ്യാത്തതും അത് തന്നെയാട്ടോ. ആളുകൾ പ്രാക്ടീസ് ചെയ്യാത്തത് സ്വയം മാറുക എന്നുള്ളതാണ്. അതായത് മറ്റൊരുത്തനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ അതിന് ഗുണം കിട്ടുമോ? അതൊട്ട് കിട്ടുകയില്ല. നമ്മുടെ സമയവും എഫേർട്ടും ഒക്കെ വെറുതെ ആയി പോവുകയും ചെയ്യും. അതിനേക്കാളും നല്ലത് നമ്മൾ മാറുക എന്നുള്ളതല്ലേ ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാര്യം. ഈ ബിസിനസ്സിൽ പല ആളുകളും ഒന്നും ആവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ആവാതിരിക്കാനുള്ള കാരണങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നേ കുഴപ്പമില്ല. രാവിലെ നമുക്ക് ഇങ്ങനെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. നമ്മളത് ഇൻസ്പയർ ചെയ്യിക്കും. ഓക്കെ, ഡോണ്ട് വറി. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് കേട്ടാലും മതിയല്ലോ. കാണണമെന്ന് ഇല്ല, ഇനി എൻ്റെ വോയിസ് കേട്ടാലും മതി. എന്നെ കാണുന്നതിനെക്കാട്ടിലും ഭംഗി ചിലപ്പോൾ അതായിരിക്കും. ഓക്കെ, ഞാൻ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഈ ആളുകളുടെ ശ്രദ്ധ മാറിപ്പോ, അതാണ് പ്രശ്നം. ഓക്കെ 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 ഓക്കെ, റെഡി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാറുക എന്നുള്ളത്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊരാളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ മാറുക എന്നുള്ളത് ആണ്. അപ്പം നമ്മൾ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിൽ പോലും നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന സമയത്താണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, പല രീതിയിലും നമുക്ക് പല ആളുകളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ആളുകളെയും കാണുന്ന സമയത്ത് അതിൽ നിന്നും നല്ലതും ചീത്തയായിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും. അതിൽ നിന്നും നല്ലത് മാത്രം ആവാഹിച്ചെടുക്കുകയും നല്ലതല്ലാത്തത് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, ഉണ്ട് എങ്കിൽ അതിനെ മാറ്റി നിർത്തുകയും ചെയ്യാം. അതൊരു ടീമിലാണെങ്കിലും ഒരു ലീഡർ ആണെങ്കിലും, ഞാനിപ്പോൾ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ എന്നിലുള്ള ഗുണത്തെ മാത്രം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്നിലുള്ള നന്മയെ മാത്രം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ്. അത് ആരെയാണെങ്കിലും കേട്ടോ. ഇപ്പൊ എന്നിൽ നന്മകൾ ഇല്ലെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറയാം, ഞാൻ പുക വലിക്കുന്ന ഒരാളാണെന്ന് കരുതുക. ഞാൻ പുക വലിക്കാറില്ല കേട്ടോ. പുക വലിക്കുന്ന ഒരാളാണെന്ന് കരുതുക. അത് എന്നിലുള്ള നന്മയല്ല. അപ്പൊ ഇപ്പൊ സാറേ ഇങ്ങനെ ട്രെയിനിങ്ങിൽ പറയാറുണ്ടല്ലോ, ലീഡർ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ലീഡർ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത്. ലീഡറിലുള്ള നല്ല ക്വാളിറ്റികളെ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ ചിലപ്പോൾ പുക വലിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി അല്ല, അത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ അതേപോലെ നല്ലതിനെ സ്വീകരിക്കാനും നല്ലതല്ലാത്തതിനെ സ്വീകരിക്കാതിരിക്കാനും, തള്ളിക്കളയോ എന്തോ ആയിപ്പോ, സ്വീകരിക്കാതിരിക്കാനും കൂടി നമ്മൾ ചെയ്യുക. അതിനാണ് വിവേകം എന്ന് പറയുന്നത്. ഒരു ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. നമ്മുടെ
ഇതിനകത്തുള്ള സാധനം വെച്ചിട്ടാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് നല്ലതിനെ സ്വീകരിച്ചിട്ട്, ചിലത് നമുക്ക് കണ്ണു തന്നിരിക്കുന്നത് എല്ലാം കാണാൻ വേണ്ടി മാത്രമല്ല, കാണാതിരിക്കാനും കൂടിയാ. ചെവി തന്നിരിക്കുന്നത് എല്ലാം കേൾക്കാനല്ല, കേൾക്കാതിരിക്കാനും കൂടിയാ. വായ തന്നിരിക്കുന്നത് എവിടെയും സംസാരിക്കാനല്ല, ചിലതിലൊക്കെ സംസാരിക്കാതിരിക്കാനും കൂടിയാണ്. അപ്പൊ അതിൽ നല്ലത് കാണി, നല്ലത് കാണാതിരിക്കുകയും, അല്ല നല്ലതല്ലാത്തത് കാണാതിരിക്കുകയും, നല്ലത് കേൾക്കുകയും നല്ലതല്ലാത്തത് കേൾക്കാതിരിക്കുകയും, നല്ലയിടത്ത് സംസാരിക്കുകയും നല്ലയിടത്തല്ലാത്തടത്തിൽ സംസാരിക്കാതിരിക്കുകയും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയിട്ട് ഒരു ഒരു വിവേചനം നമ്മൾ കാണിച്ച ഇത്തരം സന്ദർഭങ്ങളിലെ കാണിക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും അത്തരം കാര്യങ്ങളൊക്കെ ലീഡേഴ്സിനെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുന്നത് ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ ഈ രീതിയിലേക്ക് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തം പ്രോഗ്രാം ആയിട്ടുള്ള ഇൻസ്പയർ ടു ഡൊമിനേറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ചില്ലറ ആളുകളല്ല, ഏകദേശം 1500-നടുത്ത ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. അതിലിപ്പോ എനിക്ക് തോന്നുന്നത് സാറേ 99 ആളുകൾ ഒരാളോടും കയറിയ സെഞ്ചുറി അടിക്കും കേട്ടോ. നമ്മള് 100 അടിക്കും. ഏതെങ്കിലും അടുത്തൊരു ഗോളോട് കൂടിയിട്ട്, അടുത്തൊരു ബോളോട് കൂടിയിട്ട് അത് സെഞ്ചുറി അടിക്കാൻ പറ്റുമെന്നുള്ളത് തോന്നുന്നു. എന്നാലും ഇതിലിപ്പോ 100 ആളുകളാണ് കയറിയിട്ടുള്ളത് എങ്കിൽ ഈ കയറിയ ഓരോ ആളുകളും ആരോ ഔട്ടായിട്ടുണ്ട്, 98 ആയിട്ടുണ്ട്. കയറിയ ഓരോ ആളുകളും മിനിമം 15 ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാല്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 15 ആളുകളെ കൊണ്ടുവന്നുള്ള അവസ്ഥ. 100 ഉണ്ടായിരുന്നു അല്ലേ? അടിപൊളി അടിപൊളി. വെറുതേട്ടനാ? ഓക്കെ, 15 ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1500 ആൾക്കാരായി. നമ്മൾ 1500 ആളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലതുള്ളി പെരുവെള്ളം, അതല്ല ബിസിനസ്. അവിടുന്ന് നിങ്ങൾ ഈ തേൻ ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? 1000കണക്കിന് പൂവുകളിൽ പോയിരുന്നിട്ടല്ലേ ഓരോ തേനീച്ചകളും തേൻ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടുവരുന്നത്. അതേപോലെ നമ്മൾ എന്താക്കുക, ഓരോ ആളുകളിൽ 100 ആളുകളിൽ നിന്നും, ഇനി ഇതിൽ കയറാത്ത കുറെ ആൾക്കാരും ഉണ്ടാവുന്നു, എന്നാലും ഒരാൾ, എനിക്ക് തോന്നുന്നു ആ ടീമിന്റെ ഒക്കെ സ്ട്രെങ്ത് പ്രകാരം, അല്ലെങ്കിൽ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളുകൾ പ്രകാരം, ഒരാള് ഒരു 2, 3, 5 ആളുകളെ കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അവിടെ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് നിർബന്ധമായിട്ടും നിങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കാരണം ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവിടെ ക്രൗഡ് കൂടുതലാണോ, അവിടെ ആളുകൾ ഫുള്ളാണോ ഫില്ലാണോ എന്നുള്ളതല്ല നമ്മളുടെ ചോദ്യം. അതിൽ എൻ്റെ ടീമിൽ നിന്ന് എത്ര ആൾക്കാരെ എനിക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ശ്രീത്തേട്ടനെ സംബന്ധിച്ചിടത്തോളം മൂപ്പരായിൽ നോക്കുന്ന സമയത്ത് സ്റ്റാൻഡിങ് ക്രൗഡായിരിക്കും. മൂപ്പരാടെ പോയി ഇങ്ങനെ കൈയടിക്കും. അങ്ങനെ കൈയടിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക, എൻ്റെ ടീമിൽ നിന്ന് എത്ര ആൾ, എൻ്റെ ടീമിൽ നിന്ന് 2, 3, 5 ആൾക്കാരേ ഉള്ളല്ലോ. അപ്പോൾ ആ പരിപാടി ഇനി എന്ത് മികവ് കാണിച്ചിട്ടും കാര്യമില്ല, എനിക്ക് ഗുണമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, ടിക്കറ്റ് ഫില്ലാകുന്നതിന് മുമ്പ് അവനവന്റെ ടീമിലുള്ള എത്ര ആളുകളെ പങ്കെടുപ്പിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ആളുകൾക്ക് ടിക്കറ്റ് നമ്മൾ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് മനസ്സിലായോ? മറ്റുള്ള ആളുകൾ കയറണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ വേണേൽ 1500 നിങ്ങൾക്ക് കൊണ്ടുപോകാന്ന്. അത് ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏകദേശം അതിന്റെ ടിക്കറ്റ് തീരാനായിട്ടുണ്ട്. നമ്മളെ കോർ കമ്മിറ്റി നോക്കിയ സമയത്ത് ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അധികം വൈകാതെ നിങ്ങൾ നിങ്ങളുടെ ടീമുകളെയൊക്കെ അതിലേക്ക് പങ്കെടുപ്പിക്കുക. അത് മാത്രമല്ല, വലിയ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമുകളെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുള്ളതും, ഒപ്പം എല്ലാ പ്രോഗ്രാമുകളും എനിക്ക് 7 മണി വരെ 7 മണിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സാറേ അതിനെ അങ്ങോട്ട് പോകരുത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ